താങ്ക് യു. ഗുഡ് മോർണിംഗ്. ആദരണീയരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ, ശ്രീ അനൂപ് പി അംബിക, ഡോക്ടർ ആദിത്യ, ഡോക്ടർ രാഹുൽ, ഡോക്ടർ ഷഫീഖ്, ഡോക്ടർ ധീരജ്, ശ്രീ ഷാബിദ് ഉമർ, ജെൻ റോബോട്ടിക്സിൻ്റെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ശ്രീ വിമൽ ഗോവിന്ദ്, ശ്രീ റാഷിദ്, ശ്രീ നിഖിൽ, ശ്രീ അരുൺ, ശ്രീ അഫ്സൽ മുട്ടിക്കൽ, ശ്രീ ജലീഷ്, ശ്രീ സുജോത്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നവവത്സരാശംസകൾ നേരുകയാണ്. 2025 സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അതോടൊപ്പം പ്രൊഫഷണലി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് ഈ പുതിയ വർഷം തുടങ്ങുന്നതിന് വളരെ നല്ല ഒരു ആക്ടിവിറ്റിയാണ്, ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടന്നത് എന്നുള്ളതാണ്. കാരണം definitely I believe that this G-Gator Pediatric will bring smiles to the faces of children and definitely to the faces of parents and will make this world more beautiful. ഈ ലോകത്തെ കൂടുതൽ സുന്ദരമാക്കുവാൻ, ഈ സമൂഹത്തെ കൂടുതൽ സുന്ദരമാക്കുവാൻ തീർച്ചയായിട്ടും പീഡിയാട്രിക് G-Gatorന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ദ ജെൻ റോബോട്ടിക്സ് ടീം. ഞാൻ അവരെക്കുറിച്ച് പിന്നീട് പറഞ്ഞുകൊള്ളാം. ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം ടെക്നോളജിയിൽ ബിൽഡപ്പ് ചെയ്ത ഒരു ആരോഗ്യരംഗമല്ല. വളരെ ശക്തമായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻസിലൂടെ സാധ്യമായിട്ടുള്ളതാണ്. ഓവർ ദ ഡെക്കേഡ്സ്, through our strong public health activities and community interventions, World Health Organization has scheduled a plan and they have suggested that the infant mortality rate should be 6 by 2030. But we could achieve that health index 6. That means when 1,000 kids are born, only 6 കുട്ടികൾ മാത്രമേ മരിക്കാൻ പാടുള്ളൂ. When you see the national average, it's somewhere between 27 and 30, and in the tribal sector it comes somewhere near 57-60. So ലോകാരോഗ്യ സംഘടന പറഞ്ഞത് 2030 ആകുമ്പോഴേക്ക് 6 ആകണം. And we have already reached that target of 6 in 2021, and when now the infant mortality rate of Kerala is 4.5, and thanks to the whole health sector, both the government sector and the private sector, definitely all the healthcare workers, അത് പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ മികവ് കൊണ്ടാണ്. നമ്മളൊരു മുഖ്യമന്ത്രി തലത്തിലും മന്ത്രി തലത്തിലും സെക്രട്ടേറിയറ്റിലൊക്കെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ വാർഡിൽ നടപ്പിലാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ നമ്മുടെ വാർഡിലെ ആശാപ്രവർത്തകർ വരെ അതിൽ ആ സ്പിരിറ്റോടുകൂടി അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ ഹെൽത്ത് ഇൻഡിസസ് വളരെ മികച്ചതാണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് 4.5 ആണ് ഇപ്പോൾ. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞതാണ്. ഞാനിപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ആനുവൽ മീറ്റിങ്സിൻ്റെ ഭാഗമായി വാഷിങ്ടൺ DC ആനുവൽ മീറ്റിങ്സിൽ അവർ നമ്മളെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്തപ്പോൾ they were wondering that we have health indices which is same as Scandinavian countries or developed countries like United States of America. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായി ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം പറയുകയുണ്ടായി, നമ്മൾ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൻ്റെ, ചികിത്സയുടെ, രോഗീപരിചരണത്തിൻ്റെ, ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതിൻ്റെ, ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ്, അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്, ഒരു പുതിയ ഫേസിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യങ്ങൾ? നമ്മുടെ ലക്ഷ്യം തീർച്ചയായിട്ടും നമുക്ക് നല്ല ഹെൽത്ത് ഇൻഡിസസ് ഉണ്ട്. നമ്മളാണ് ഏറ്റവും ആയുസ്സുള്ളവർ ഇന്ത്യയിൽ. നമ്മുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 76 വയസ്സാണ്. ലോകത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ കേരളത്തിലാണ്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ 80 വയസ്സിനടുത്താണ്, പുരുഷന്മാർക്ക് 73 വയസ്സിനടുത്ത്. Now our aim is to improve the quality of life. ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും മോബിഡിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്, രോഗാതുരത കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമുക്ക് നല്ല നിലയിലുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഒരു 10-30 വയസ്സാകുമ്പോഴേക്കും പ്രമേഹവും രക്തസമ്മർദ്ദവും
ഒക്കെ നല്ല നിലയിൽ ആളുകൾക്കിടയിൽ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസം കൊണ്ട് നമ്മുടെ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്നു, പിന്നെ നമ്മുടെ സമ്മർദ്ദങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലുള്ള ചേഞ്ച്, ഇതെല്ലാം കൊണ്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടി വരുന്നത്. അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ റോബോട്ടിക്, അതായത് ഈ ടെക്നോളജിയെ കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ റോബോട്ടിക്സ് ജി ഗേറ്റർ ഫോർ അഡൽസ്, മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് 2022 ലോഞ്ച് ചെയ്തു. അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നമ്മുടെ ജനറൽ ആശുപത്രി തിരുവനന്തപുരം ജി ഗേറ്റർ അഡൽട്ട് ലോഞ്ച് ചെയ്തു. ഒരു വർഷം പൂർത്തിയായി. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ വാക്കുകളിൽ ഞാൻ പറയട്ടെ. ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചു എങ്ങനെയാണ് ജി ഗേറ്റർ, അപ്പോൾ അവരതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. ഏതാണ്ട് 6 lakh അടികൾ അത്രയും പേഷ്യൻസ് നടന്നിട്ടുണ്ട്. ഒരു പേഷ്യൻ്റ് ഒരു ആവറേജ് 30 minutes ആണ്, 1.5 മണിക്കൂർ മുതൽ ആണ് എടുക്കുന്നത്. ഒരു പേഷ്യൻറ്റിന് മിനിമം അവരുടെ അവസ്ഥയുടെ സാഹചര്യം അനുസരിച്ചാണ് 20 സിറ്റിംഗ് എങ്കിലും മിനിമം വേണ്ടി വരും. അപ്പോൾ 6 ലക്ഷം ചുവടുകൾ ആ പേഷ്യൻസിലൂടെ വെക്കാനായിട്ട് സാധിച്ചു. ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ അവരോട് ചോദിച്ചു അവരുടെ ലൈഫിൽ ക്വാളിറ്റി എങ്ങനെയാണ് മാറിയിട്ട്. അവർ പറഞ്ഞത് ദിസ് ഹാസ് ബ്രോട്ട് ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദെയർ ലൈഫ്സ് എന്നാണ്. അവരുടെ ജീവിതത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക. നമ്മളിപ്പോൾ രോഗാതുരത കുറയ്ക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രധാനമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ അടുത്തിടെ പ്രഖ്യാപിച്ചത് നിങ്ങൾ ഓരോരുത്തർ ശ്രദ്ധിച്ചാണ്. നമ്മൾ പാലിയേറ്റീവ് കെയർ രംഗത്ത് കേരളം ഒരു വലിയ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാനായിട്ട് പോവുകയാണ്. ആരോഗ്യ വകുപ്പ് 2009 മുതൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റോബോട്ടിക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ പീഡിയാട്രിക് ജി ഗേറ്ററാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും പലവിധമായിട്ടുള്ള രോഗങ്ങൾ, ഇപ്പോൾ മസ്കുലർ എട്രോഫി അതുപോലെ ഉള്ള രോഗങ്ങളാൽ മൂവ്മെൻറ്റ് പ്രതിസന്ധി നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക്, മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് നല്ല നിലയിൽ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ അപൂർവ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്ററായിട്ട് കേന്ദ്ര സർക്കാർ 10 സെൻറ്റർ ഓഫ് എക്സലൻസ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SAT ആണ്. രാജ്യത്തെ 10 മികവിൻ്റെ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഡോക്ടർ രാഹുലാണ് ഇൻചാർജ്. നമ്മൾ സൗജന്യമായിട്ട് റെയർ ഡിസീസിന് വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകുന്നുണ്ട്. അത് ലക്ഷക്കണക്കിന് രൂപയാണ്. ഒരു വയലിന് തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് ആകുന്നത്. SMA സ്പൈനൽ മസ്കുലർ അട്രോഫി ഉള്ളവർക്കാണ് ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. നമ്മൾ 6 വയസ്സ് വരെ സൗജന്യമായി തുടങ്ങിയതാണ്. ഇപ്പോൾ 12 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. അത് 18 വയസ്സ് വരെ ആക്കുകയാണ്. ഞാൻ ഈ വേദിയിൽ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തെ 10 സെൻറ്റർ ഓഫ് എക്സലൻസിൽ ഒന്നായിട്ടുള്ള SATയിൽ പീഡിയാട്രിക് ജി ഗേറ്റർ സ്ഥാപിക്കുന്നതായിരിക്കും. സോ I was discussing this with Dr. Rahul. നമുക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ തീർച്ചയായിട്ടും നമുക്കൊരു വില്ലുണ്ടെങ്കിൽ അതിലൊരു വേ ഉണ്ടാകും. തീർച്ചയായിട്ടും അതൊരു അവിടെ സ്ഥാപിക്കാനായിട്ട് കഴിയും. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായി കൂടി ഞാനിതിനെ കാണുകയാണ്. ടെക്നോളജി എങ്ങനെ മനുഷ്യ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങളിലൊന്നുമായിട്ടാണ് ഞാനിത് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ഈ പുതിയ കാലത്തിൻ്റെ, ഇപ്പോൾ നമ്മളൊരു വൈറസ് ഇറയാണല്ലോ, എന്നും പുതിയ വൈറസുകൾ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചൈനയിൽ പുതിയൊരു ഒരു രോഗവ്യാപനമുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ സൂണോട്ടിക് ഡിസീസസ് കൂടുകയാണ്, ജന്തുജന്യ രോഗങ്ങൾ കൂടുകയാണ്. തീർച്ചയായിട്ടും ഒരു പതിറ്റാണ്ടുകളായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായി മികച്ച ഹെൽത്ത് ഇൻഡെക്സസ് കൈവരിച്ച ഒരു സംസ്ഥാനം, ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഈ കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, അതിൽ ബഹുമാനപ്പെട്ട CMൻ്റെ നേതൃത്വത്തിൽ അതുപോലെ KDISC നല്ല നിലയിൽ നമുക്ക് അതിനുള്ള ഗൈഡൻസും എല്ലാം നൽകുന്നുണ്ട്. അതിലുള്ള പ്രത്യേക നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നമ്മളിപ്പോൾ റോബോട്ടിക് സർജറിയൊക്കെ RCCയിലും MCCയിലും മലബാർ ക്യാൻസർ സെൻറ്ററിലും റീജിയണൽ ക്യാൻസർ സെൻറ്ററിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി, അതായത് നമ്മൾ ഒരു ബ്ലഡ് ഒരാൾ കൊടുക്കുന്നു, എന്നിട്ട് ഒരാൾ എവിടെയോ റിസീവ് ചെയ്യുന്നു. ഒരു ബ്ലഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ പല കമ്പോണൻസ് ആയിട്ട് അതിനെ
നമ്മൾ വിഭജിച്ചിട്ട് ഏതാണ് ആവശ്യമുള്ളത്, ആർക്കാണ് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് കൊടുക്കും. പക്ഷേ അതിൻ്റെ ടെമ്പറേച്ചറും ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് മോണിറ്റർ ചെയ്യുവാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയായിട്ട് ഇപ്പോൾ KDSCൻ്റെ കൂടി സഹായത്തോടെ ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി രാജ്യത്ത് ആദ്യമായിട്ട് ഫ്രം ഡോണേഴ്സ് വെയിൻ ടു ദ റെസിപ്പിയൻസ് വെയിൻ അതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തു. അത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും അവിടെയാണ് ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് റെസ്പോൺസിബിൾ AI. അത് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്നുള്ളത് ഞാൻ കരുതുന്നു. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ജെൻഡർ റോബോട്ടിക്സിനെ കുറിച്ചൊരു വാക്ക് കൂടി ഞാനിവിടെ വരാൻ കാരണം കൂടി അതാണ്. ഒന്ന്, തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. രണ്ട്, these young people, they are very vibrant. ആൻഡ് അവരുടെ ഒരു ടീമുണ്ടല്ലോ, അവർ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു, പക്ഷേ അവർ നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ ആരോഗ്യവകുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ എന്നെ അവർ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതിന് കാരണം അവരുടെ പുതിയ ഐഡിയാസ്, അതുപോലെ അവരുടെ ഒരു ടീം വർക്ക്, അവരുടെ ഡെഡിക്കേഷൻ, അത് തീർച്ചയായിട്ടും ഒട്ടും അതിശയോക്തിയില്ലാതെ അത് തീർച്ചയായിട്ടും നമ്മളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അവർ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് മറ്റ് രാജ്യങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്. വെയിൽസിൽ ഒക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിൽ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ടീം ജെൻ റോബോട്ടിക്സിന് ഇനിയും കൂടുതൽ സമൂഹത്തിന് സംഭാവനകൾ നൽകാൻ കഴിയട്ടെ. അതോടൊപ്പം കൂടുതൽ മികവുകളിലേക്ക് എത്തട്ടെ. അവരുടെ ടീമിനോടുള്ള എത്രയും സ്നേഹവും ആദരവും എല്ലാം അറിയിച്ചുകൊണ്ട് ഇവിടെ തണലാണ് ഇപ്പോൾ നമ്മളിത് ഏറ്റെടുക്കുന്നത്. തണലിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും അനുവാദത്തോടെ ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ പീഡിയാട്രിക് G ഗേറ്റ് ലോഞ്ച് ചെയ്യുന്നതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്.